ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ചെയ്യുന്നത് ഒരു സ്ലീവ് കട്ടിംഗ് ആണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് അടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. കഴിഞ്ഞ വീഡിയോയിൽ എങ്ങനെയാണ് ആം ഹോൾ പെർഫെക്റ്റ് ആയിട്ട് കട്ട് ചെയ്യുക എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതാണ് ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങൾക്ക് കാണിച്ചു തന്ന ഒരു മെത്തേഡ്. ഈ ആം ഹോളിനനുസരിച്ചുള്ള കൈ എങ്ങനെയാണ് നമ്മൾ കട്ട് ചെയ്യുക എന്നുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഫ്രണ്ട് കൈക്കുഴിയെയും ബാക്ക് കൈക്കുഴിയെയും ഒന്ന് വെട്ടിയെടുക്കണം. ഇതാണ് ഫ്രണ്ട് ഡ്രാഫ്റ്റ്, ഇത് ബാക്ക്. ഇതിൽ ഞാൻ ചെയ്തത് 1/2 ഇഞ്ച് നമ്മളിതിനെ തയ്ച്ച് കഴിയുമ്പോൾ 1/2 ഇഞ്ച് ഇവിടെ തയ്യലിന് പോവും. അതിന് ശേഷം നമ്മൾ സ്ലീവ് ജോയിൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മാർക്കാണ് ഞാനിവിടെ ഡോട്ടായിട്ട് മാർക്ക് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ബാക്കിൻ്റെതും ചെയ്തു. അപ്പോൾ ഇതിനനുസരിച്ചുള്ള ഒരു സ്ലീവ് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് ഞാനിന്ന് കാണിച്ചു തരാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് ബാക്ക് ആം ഹോളിൻ്റെ ഇതാണ് ഞാനിവിടെ എടുത്തത്. ഇതിൻ്റെ 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ ഞാൻ ഡോട്ട്സ് വരച്ച് വെച്ചിട്ടുണ്ട്. ആ ഡോട്ട്സിലേക്ക് കൂടി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് അളവ് അളന്നെടുക്കാം. 7.5 ഇഞ്ചാണ് വന്നിരിക്കുന്നത്. പിന്നെ 1 ഇഞ്ച് തയ്യൽ തുമ്പൂടി കൂട്ടി 8.5 ഇഞ്ച് വന്നിട്ടുണ്ട്. സ്ലീവ് ഇറക്കം അടയാളപ്പെടുത്തണം. ആദ്യം എത്രയാണോ നമുക്ക് കൈയിൻ്റെ എൻഡിൽ മടക്കി തയ്ക്കേണ്ടത് അത്ര ഭാഗം ഒന്ന് മടക്കി വെക്കണം. അതിന് ശേഷം ഇതിൻ്റെ സ്ലീവ് എത്രയാണോ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അടയാളപ്പെടുത്താം. ഞാനിവിടെ ഒരു 6 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. ഈ 6 ഇഞ്ചിന് ശേഷം അവിടെ നിന്നൊരു 3 ഇഞ്ച് ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്യണം. ഇവിടെ ഒരു 3 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതൊന്ന് നീട്ടി വരയ്ക്കാം. ഇവിടെ ഇപ്പം നമ്മൾ അളന്നെടുത്തപ്പോൾ ചെസ്റ്റിൻ്റെ ഭാഗത്ത് വരെ എത്രയാണോ വന്നിരിക്കുന്നത് തയ്യൽ തുമ്പ് കൂട്ടാതെ, അപ്പം നമുക്ക് വന്നിരിക്കുന്നത് 7.5 ഇഞ്ചാണ്. അപ്പം ഞാനിവിടെ അതിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് കുറച്ച് 7 ഇഞ്ചാണ് ഇവിടെ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ 7 ഇഞ്ച് മാർക്ക് ചെയ്തു. അതിന് ശേഷം കൈയുടെ വണ്ണം ഞാനൊരു 6 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. 6 ഇഞ്ച് മാർക്ക് ചെയ്തു. അതിനുശേഷം 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടി ഇട്ടു. അതുപോലെ തന്നെ ഈ 7 ഇഞ്ചിന് ശേഷം 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ 3 ഇഞ്ചാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കുറച്ച് കൈഭാഗം കുറച്ച് തടിയുള്ളവർക്കാണെങ്കിൽ നിങ്ങൾക്ക് 3.5 ഇഞ്ച് എടുക്കാം. ഇത് സാധാരണ ഒരു മെഷർമെൻ്റ് ആയതുകൊണ്ട് 3 ഇഞ്ചാണ് ഇത് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ഇവിടെയുള്ള ഷേപ്പ് ഒന്ന് വരച്ചു കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 3 ഇഞ്ചോ വരുന്നിടത്ത് വരെ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഡോട്ട്സാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ 7 ഇഞ്ച് വരുന്നിടത്ത് ഈ ആം ഹോൾ കർവ് വെച്ച് കർവ് വരച്ചു കൊടുക്കാം. ഇനി സ്കെയിൽ വെച്ച് ഇതിൻ്റെ കൈവണ്ണത്തിൻ്റെ അവിടത്തേക്കൊന്ന് വരച്ചു കൊടുക്കാം. ഇനി ഇതിനെ നമുക്കൊന്ന് ഇങ്ങനെ വരച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ ഫ്രണ്ട് ഒന്ന് കുഴിച്ച് വരയ്ക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ചെയ്യുന്നത് ഈ ആം ഹോൾ കർവ് തന്നെ എടുത്ത് ഇതുപോലെ ഒരു 1/2 ഇഞ്ച് ഇതുപോലെ ഇവിടെ ഇങ്ങനെ കുഴിച്ചൊന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുപോലുള്ള ആം ഹോൾ കർവ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലുള്ള ഫ്രഞ്ച് കർവ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഇങ്ങനെ നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ഞാൻ ചെയ്യുന്നത് ഇതുപോലെ ഇങ്ങനെ 1 ഇഞ്ച് ഇങ്ങനെ വരച്ചു. ഇത് നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഇത് വേണ്ടാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇങ്ങനെ വരച്ചു കൊടുത്താൽ മതി. ഇത്രയും ഭാഗം അങ്ങ് കട്ട് ചെയ്യാം.
ഇനി ചെയ്യേണ്ടത് ഈ സ്ലീവിൻ്റെ സെൻറ്റർ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഇതുപോലെ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുക്കണം. ഇതുപോലെ ഇങ്ങനെ വെച്ച് വെച്ച് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പം നമ്മളൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുന്നതാണ് നമ്മൾ ചെയ്തത് ശരിയാണോ എന്ന്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ ഏകദേശം നമുക്ക് കറക്റ്റായി വരുന്നുണ്ട്. ഇത് കടലാസ് ആയതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. തുണി ആവുമ്പോൾ നമുക്ക് കറക്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പം നിങ്ങളിങ്ങനെ വെച്ച് നോക്കി ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ചെറിയൊരു കറക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ വരച്ച ഈ റൗണ്ടിന് ചെറിയൊരു ഇതുണ്ട്. അപ്പോൾ ചെറുതായിട്ട് ഒന്നുകൂടി ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾ കറക്റ്റായി ചെയ്യുമ്പോൾ തുണിയിൽ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് വന്നോളും. കൈ ലൂസിന്ന് 1/2 ഇഞ്ച് കുറച്ചാൽ കിട്ടുന്ന ഈ അളവ് ഇവിടെ ഇങ്ങനെ ചെരിച്ചെടുത്ത് നോക്കുമ്പോൾ നമ്മുടെ കറക്റ്റായിട്ട് കൈ ലൂസ് കിട്ടണം. അങ്ങനെയാണ് മാത്രമേ ഈ കൈ കട്ട് ചെയ്താൽ ശരിയാവൂ. അപ്പം ഇതിനനുസരിച്ചുള്ള ഒരു ആം ഹോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കുക. ഞാൻ ഈ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ നന്ദി, നമസ്കാരം. താങ്ക്